കൈവിട്ട പഞ്ചായത്ത് തിരിച്ചുപിടിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ട് UDF. LDFന് ആറളം പഞ്ചായത്ത് ഭരണം പോയി. ഇരിട്ടി നഗരസഭയും മാലൂർ പഞ്ചായത്തും ഇടതോരം ചേർന്ന് തന്നെ. കോൺഗ്രസ് നേതാവ് കെ വേലായുധൻ പ്രസിഡന്റായിരുന്ന UDF നേതൃത്വം നൽകിയിരുന്ന ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തും അയ്യങ്കുന്ന് പഞ്ചായത്തുമായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 5 പഞ്ചായത്തുകളും ഇടതിന്റെ കയ്യിലായിരുന്നു. UDFിൽ നിന്നും പിടിച്ചെടുത്തതായിരുന്നു ആറളം പഞ്ചായത്തിന്റെ ഭരണം. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ഇടതിന്റെ കയ്യിൽ നിന്നും ആറളത്തെ UDF തിരിച്ചുപിടിച്ചു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന ഇരിട്ടി ബ്ലോക്ക് നഷ്ടമാവുകയും ചെയ്തു. ബ്ലോക്കിലെ 8 വാർഡിൽ LDFും 6 വാർഡിൽ UDFും വിജയിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ വേലായുധനും മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ MV സരള, NCP നേതാവ് അജയൻ പായം തുടങ്ങിയവർ വിജയികളുടെ പട്ടികയിലുണ്ട്. 19 വാർഡുകളുള്ള ആറളത്തെ തിരിച്ചുപിടിക്കുമ്പോൾ 13 വാർഡുകളും UDFന് വിജയിക്കാൻ സാധിച്ചു. ഭരണത്തിലുണ്ടായിരുന്ന LDFന് 6 വിജയിക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ വലതിൻ്റെ ഇളകാത്ത കുന്നായി മാറി അയ്യങ്കുന്ന്. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ 14 വിജയിച്ചത് UDF ആണ്. 1 വീതം സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ഇടതിനും NDAക്കും. രൂപീകരിച്ച കാലം മുതൽ ഇടത് ചേർന്ന് നിന്ന കീഴല്ലൂർ പതിവ് തെറ്റാതെ ഇടതു കോട്ടയായി നിലകൊണ്ടു. 14 നിന്ന് 16 വാർഡ് ഉയർന്നപ്പോൾ 11 നിന്നും 12 വാർഡാക്കി നില മെച്ചപ്പെടുത്തിയെങ്കിലും UDFന് പഞ്ചായത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. തമ്മിലടിച്ച് മത്സരിച്ച ലീഗും കോൺഗ്രസും ഒരുമിച്ചപ്പോൾ UDF 2 വാർഡുകൾ കൂടുതൽ നേടി. ഇടതിൻ്റെ കയ്യിലെ എളമ്പാറയിൽ UDF വിജയിച്ചപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഏക അക്കൗണ്ട് പൂട്ടിച്ചാണ് 2 വാർഡുകൾ കൂടുതൽ നേടിയത്. 13 വോട്ടുകൾക്കാണ് എളമ്പാറ ഇടതിന് നഷ്ടമായത്. അതേസമയം UDF വിജയമുറപ്പിച്ച കൊതേരി വാർഡിൽ 241 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലീഗ് നേതാവ് ഷുഹൈബ് കൊതേരി പരാജയപ്പെട്ടത്. ഇടതിന്റെ ഉറച്ച പഞ്ചായത്തായ കൂടാളിയിൽ ഇത്തവണ 12 വാർഡുകളിലാണ് LDF വിജയിച്ചത്. 8 ജയിച്ചത് UDF ആയിരുന്നു. പഞ്ചായത്തിലെ കാവും താഴെ വാർഡിൽ ജനമനസ് ഇടതിനും വലതിനും ഒരുമിച്ചായിരുന്നു. 892 സമ്മതിദായകർ അവകാശം വിനിയോഗിച്ചപ്പോൾ LDF KC പ്രതാപചന്ദ്രനും UDF സ്ഥാനാർത്ഥി VK അരവിന്ദൻ മാസ്റ്റർക്കും വോട്ട് 446 വീതം. ഒരാളെ അവിടെ വെച്ച് തിരഞ്ഞെടുത്തപ്പോൾ നറുക്ക് വീണതാകട്ടെ ഇടതിനും. ഇതുവരെ ഇടതിനോട് മാത്രം ചേർന്ന് നിന്ന മാലൂരും പതിവ് തെറ്റിക്കാതെ ഇടത് ചേർന്നുള്ള യാത്ര തുടർന്നു. 16 വാർഡിൽ 11 LDFും 4 വാർഡിൽ UDFും 1 SDPIയും വിജയിച്ചു. SDPI വിജയിച്ച വാർഡിൽ 12 വോട്ടാണ് ഭൂരിപക്ഷം. മറ്റിടങ്ങളിലെല്ലാം വ്യക്തമായ ലീഡോടെയാണ് സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം. തില്ലങ്കേരി പഞ്ചായത്തിലും വ്യത്യാസമില്ലാതെ ഇത്തവണയും ഇടത് ചേർന്ന് നിന്നു. 14 10 ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 2 വീതം വാർഡുകളിൽ UDFും NDAയും വിജയിച്ചു. പായം പഞ്ചായത്തും പതിവ് തെറ്റാതെ ഇടതോരം ചേർന്ന് തന്നെ നിന്നു. 19 വാർഡുകളുള്ള പഞ്ചായത്തിൽ 13 വിജയിച്ചത് LDF ആണ്. 6 മാത്രമേ UDFന് വിജയിക്കാൻ സാധിച്ചുള്ളൂ. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.